Hi everyone, welcome to Neo Home Tuitions. So, we were just discussing about the chapter limits and derivatives here, and we had finished our topic, that is limits, is it? So now, today we are going to do some problems which are given in the exercise 8.1 in your textbook. Okay, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 8.1 എക്സസൈസ് 8.1 ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സോ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഹിയർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 1 x plus 2 into 2x plus 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് സിംപ്ലിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാനില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് തന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതെന്ന് പറയുന്നത് 1 ആണ് നമ്മുടെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 1 plus 2 into 2 into 1 plus 1 എന്ന് പറഞ്ഞിട്ട് വരും. സോ അതായത് 3 into 3 which is equal to 9. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 1 x സ്ക്വയർ പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ x സ്ക്വയർ മൈനസ് 2. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇവിടെയും സിംപ്ലിഫിക്കേഷൻസ് ഒന്നും പോസിബിൾ അല്ല. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, 1 സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ മൈനസ് 2 എന്ന് വരും. അതിലെ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ വി വിൽ ബി ഗെറ്റിംഗ് 1 plus 2 ഹോൾ ഡിവൈഡഡ് ബൈ 1 minus 2. 1 plus 2 എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് 1 minus 2 it is minus 1. So minus 3 divided by minus 1, it can be written as minus 3. Okay, I hope that this is clear. And the third question is that evaluate limit x tends to 1 2x plus 1 whole divided by 3x square minus 4x plus 5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇതില് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ 1 ആണ് ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, 2 into 1 അതായത് 2 തന്നെയാണ് പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 1 ആയതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിൽ വലിയ ഡിഫറൻസസ് ഒന്നും വരുന്നതായിരിക്കില്ല. സോ 3 into 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്, മൈനസ് 4 into 1 it is 4 plus 5. So 2 plus 1 it is 3 and 3 minus 4 plus 5 it is 4. So you will be getting the answer 3 by 4. ഇനി fourth question എന്ന് പറയുന്നത് evaluate limit x tends to 0 x minus 1 whole divided by x square plus 4. അവിടെ ലിമിറ്റ് x tends to 0 ആണ്. 0 ആണ് നമ്മുടെ ലിമിറ്റ് പോയിന്റ് വരുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ സിംപ്ലിഫിക്കേഷൻസ് യു കാൻ ഡു എനി സിംപ്ലിഫിക്കേഷൻസ് ഹിയർ. ഓക്കെ, സോ എന്ത് സംഭവിക്കും, 0 minus 1 whole divided by 0 plus 4 എന്ന് വരും, which is equal to minus 1 by 4. So the answer is minus 1 by 4. And the next question is that so that limit x tends to 1 into 2x minus 1 into root x minus 1 whole divided by 2x square plus x minus 3 is equal to 1 by 10. Here we have to show that the RHS is equal to, that is by solving the LHS you will be getting the answer 1 by 10. അപ്പോൾ നമുക്ക് LHS സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 by 10 ആണ് ആൻസർ കിട്ടുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് നമ്മൾ നമ്മുടെ LHS പാർട്ട് എടുത്തു. അതായത് ലിമിറ്റ് x ടെൻഡ്സ് ടു 1 2x minus 1 into root x minus 1 whole divided by 2x square plus x minus 3 എന്ന് പറയുന്ന നമ്മുടെ LHS പാർട്ട് എടുത്തു. എന്നിട്ട് അതിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, 2x square plus x minus 3 എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ യു ക്യാൻ യൂസ് ദ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, either splitting the middle term or the discriminant method
to split the given quadratic equation. അപ്പോൾ given quadratic equation നമ്മൾ split ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ splitting the middle term ഉപയോഗിക്കാം, അല്ലെങ്കിൽ discriminant method യൂസ് ചെയ്തിട്ടായാലും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 2x square plus x minus 3 എന്ന് പറയുന്ന ആ ഒരു quadratic equation 2x plus 3 into x minus 1 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാൻ പറ്റിയത്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ 2x minus 1 into root of x minus 1 whole divided by 2x plus 3. ഈ x minus 1 നെ എങ്ങനെ എഴുതാം? root x plus 1 into root x minus 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. Because here if you are multiplying the root x plus 1 and root x minus 1, it is in the form of a plus b into a minus b, is it? So if you are using the identity a plus b into a minus b is equal to a square minus b square, then you will be getting root x the whole square minus 1 square, which is equal to x minus 1 itself. Okay, so അതുകൊണ്ട് തന്നെ x minus 1 നെ നമുക്ക് root x plus 1 into root x minus 1 എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ന്യൂമറേറ്ററിൽ ഇപ്പോൾ എന്തുണ്ട്? root x minus 1 ഉണ്ട്, അതുപോലെ ഡിനോമിനേറ്ററിൽ root x minus 1 ഉണ്ട്. സോ you can just cancel those terms. സോ റിമൈനിങ് ടേംസിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? നമ്മുടെ ലിമിറ്റ് പോയിന്റ് അപ്ലൈ ചെയ്യാം. കാരണം റിമൈനിങ് ടേംസിൽ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും തന്നെ ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ ലിമിറ്റ് പോയിന്റ് ആയിട്ടുള്ള 1 അപ്ലൈ ചെയ്യാം. സോ യു വിൽ ബി ഗെറ്റിംഗ് 1 by 5 into 2 and it is equal to 10. 1 by 10. Okay, so the final answer is 1 by 10. And then the third one, that is in the third question there is a sub question, that is you have to show that limit x tends to 2x square minus 7x minus 4 whole divided by 2x minus 1 into root x minus 2 is equal to 5 into 2 plus root 2 whole divided by 3. So here you have to solve the LHS part, and then you have to show that you are getting the answer 5 into 2 plus root 2 whole divided by 3. Okay, so for that you can just take the LHS part. So while taking the LHS part, that is limit x tends to 2x square minus 7x minus 4 whole divided by 2x minus 1 into root x minus 2. ഇതാണ് നമ്മുടെ LHS പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഈ 2x square minus 7x minus 4 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നിങ്ങൾക്ക് either you can use the splitting the middle term or you can use the discriminant method. ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. So you can write 2x plus 1 into x minus 4 whole divided by 2x minus 1 into root x minus 2. Here we are writing the denominator as it is. We had brought a change in the numerator part only. നിങ്ങൾക്ക് ഇനി ഇത് എങ്ങനെയാണ് ഈ രണ്ട് മെത്തേഡ്സ് നിങ്ങൾ 10th ൽ ഭയങ്കര തറോ ആയിട്ട് പഠിക്കുന്ന കൺസെപ്റ്റ്സ് ആണ്. Still if you are not getting the idea, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ you can ask the questions in the comment section and I will be practicing those methods, that is split in the middle term and discriminant method in the next class. Okay, so ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ന്യൂമറേറ്റർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. സോ അപ്പൊ നമുക്ക് 2x plus 1 into x minus 4 നെ അതുപോലെ തന്നെ നമുക്ക് root x plus 2 into root x minus 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. കാരണം root x plus 2 into root x minus 2 നെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് a plus b into a minus b അല്ലെ? a plus b into a minus b ന്റെ ഫോമിലാണ്. So you can use the identity a plus b into a minus b is equal to a square minus b square. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? root x the whole square minus 2 square എന്ന് കിട്ടും. അതായത് x minus 4. സോ അതുകൊണ്ട് തന്നെ x minus 4 നെ നമുക്ക് root x plus 2 into root x minus 2 എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, whole divided by 2x minus 1 into root x minus 2. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതുന്നത് ഒരു പർപ്പസ് ഉണ്ടാവും അല്ലേ? we will be having some purpose to alter the numerator. നമ്മൾ ന്യൂമറേറ്ററിനെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. സോ ആ പർപ്പസ് എന്ന് പറയുന്നത് cancellation തന്നെയാണ്, simplifications തന്നെയാണ്. root x minus 2 ന്യൂമറേറ്ററിലും ഉണ്ട്, അതുപോലെ ഡിനോമിനേറ്ററിലും ഉണ്ട്. So you can just cancel those terms and the remaining terms are limit x tends to 2x plus 1 into root x plus 2 whole divided by 2x minus 1. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലിമിറ്റ് പോയിന്റ് ആയിട്ടുള്ള 2 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Okay, if you are substituting the 2 in the remaining equation, you will be getting 2 into 2 plus 1 into root 2 plus 2
whole divided by 2 into 2 minus 1. So ഇതെന്ന് പറയുന്നത് എന്താണ്? 5 into 2 plus root 2 whole divided by 3. Okay, so this is equal to RHS. This is the RHS part which you have to prove. Okay, ഇതായിരുന്നു നമുക്ക് കാണിക്കേണ്ട RHS part എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ RHS part കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. Okay. സോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻസ്, അതായത് തന്നിട്ടുള്ള ഇക്വേഷൻസിനെ സിംപ്ലിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ഒരു ക്രൂഷ്യൽ പാർട്ട് തന്നെയാണ്. സോ യു ഹാവ് ടു ലേൺ ദോസ് തിങ്സ്. ഓക്കെ, അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് limit x tends to 0 root of x plus 1 minus 1 whole divided by x is equal to 1 by 2. ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു LHS പാർട്ട് തന്നിട്ടുണ്ട്, RHS പാർട്ട് തന്നിട്ടുണ്ട്. സോ LHS എന്ന് ആസ് യൂഷ്വൽ you have to begin with the LHS and you have to prove that it is equal to 1 by 2. That is our RHS. Okay, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ LHS പാർട്ടിൽ തുടങ്ങുകയാണ്. അപ്പൊ LHS പാർട്ടിന് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഒരു രീതിയിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ LHS കിടക്കുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് യു വിൽ ബി റിമെമ്പറിംഗ് ദ മെത്തേഡ്സ് വി ഹാഡ് ലേൺഡ്, അല്ലെ? നമ്മൾ പഠിച്ച മെത്തേഡ്സ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. റാഷണലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഐ ഹാഡ് ഓൾറെഡി സെഡ് ദാറ്റ് ഇഫ് യു ആർ ഹാവിംഗ് എ കോംപ്ലക്സ് നമ്പർ either in the numerator or denominator, you have to apply the rationalization method, and so you have to multiply with the complex conjugate. അപ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് റാഷണലൈസേഷൻ പറയുന്ന മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ കോംപ്ലക്സ് നമ്പർ വന്നിട്ടുള്ളത് ന്യൂമറേറ്ററിൽ ആയതുകൊണ്ട് തന്നെ വി ഹാവ് ടു റാഷണലൈസ് ദ ന്യൂമറേറ്റർ പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ പാർട്ടിനെ റാഷണലൈസ് ചെയ്യാൻ പോകണം. അപ്പോൾ ന്യൂമറേറ്റർ പാർട്ടിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താണ്? റൂട്ട് എക്സ് പ്ലസ് 1 മൈനസ് 1 ആണ് നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. സോ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് പ്ലസ് 1 പ്ലസ് 1 ആയിരിക്കും. So as we did in the rationalization method problems, we had just multiplied the complex conjugate with the numerator as well as with the denominator. ഇനി അടുത്തത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ന്യൂമറേറ്റർ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ പാർട്സും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഹിയർ ദ ന്യൂമറേറ്റർ ഇസ് ഇൻ ദ ഫോം ഓഫ് ദ ഐഡന്റിറ്റി a plus b into a minus b which is equal to a square minus b square. അപ്പൊ റൂട്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. അപ്പൊ റൂട്ട് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. സോ എക്സ് പ്ലസ് 1 മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് വരും. ഇതിൽ ന്യൂമറേറ്ററിൽ യു ഹാവ് ടു ക്യാൻസൽ ദ 1. ഓക്കെ, ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ? 1 പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ തന്നെ ന്യൂമറേറ്ററിലുള്ള എക്സും ഡിനോമിനേറ്ററിലുള്ള എക്സും ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ, so the remaining things will be limit x tends to 0 1 by root of x plus 1 plus 1. ഇത്രേ നമുക്ക് ബാലൻസ് ഇക്വേഷൻസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതിൽ ഇനി ഫർദർ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ദ ലിമിറ്റ് പോയിന്റ് ടു ദ ബാലൻസ് ഇക്വേഷൻ. സോ അതെന്ന് പറയുന്നത് എന്താണ്? 1 by root of 0 plus 1 plus 1 എന്ന് പറഞ്ഞിട്ട് വരും. So it will be equal to 1 by 1 plus 1 and which is equal to 1 by 2. Okay. ആൻഡ് ഇതാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യനിൽ വരുന്നത് ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 2 by 3. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇവിടെയും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ് അല്ലെ? കോംപ്ലക്സ് നമ്പർ തന്നെയാണ് ഇവിടെയും. സോ യു ഹാവ് ടു either you can use the rationalization method, അല്ലാതെ വേറെ എന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും മെത്തേഡ്സ് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് അപ്ലൈ ചെയ്താൽ കിട്ടില്ല എന്ന് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ ജസ്റ്റ് ട്രൈ ദിസ് ക്വസ്റ്റ്യൻ ആസ് ഹോംവർക്ക്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഹിന്റ് ഞാൻ തന്നിട്ടുണ്ട്. അതായത് ക്യൂബിക് റൂട്ടിനെ നമുക്ക് ഹോൾ റേസ് ടു 1 by 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ക്യൂബിക് റൂട്ടിനെ ഹോൾ റേസ് ടു 1 by 3 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. നൗ യു ക്യാൻ യൂസ് ദ ബാക്കി നിങ്ങളുടേതായ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ആസ് എ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. സോ ഇത് ട്രൈ ചെയ്യുക. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ ആൻസർ വി വിൽ ബി ഡിസ്കസിംഗ് ഇറ്റ് ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. സോ ബിഫോർ വൈൻഡിങ് അപ്പ് ദ ക്ലാസ്, നമ്മുടെ ലൈവ് സെഷൻസ് 8 o'clock മോർണിംഗ് ആൻഡ് ഈവനിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് അറ്റൻഡ് ദോസ് ക്ലാസ്സസ് ആൻഡ് ദ ലിങ്ക് വിൽ ബി ഗിവൺ ഇൻ ദ കമന്റ് സെക്ഷൻ.
നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിരിക്കും, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ. സോ മാക്സിമം ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക ആൻഡ് ഷെയർ ദിസ് ഇൻഫർമേഷൻ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. സോ ഫ്രണ്ട്സിനും അത് യൂസ്ഫുൾ ആയിരിക്കും. അറ്റൻഡ് ദ ക്ലാസ്സസ് ആൻഡ് സ്റ്റഡി വെൽ. ഓക്കെ. And if you're having any doubts, you can clear it in the comment section and I will be clearing it on the next class. And thank you.